ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ കുറച്ച് ഗ്രീൻ പീസ് രാവിലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാത്രിക്കേക്കുള്ള കറിയാണ് ആക്കുന്നത്. അപ്പോൾ ഒരു 5-6 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഉള്ളി, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കുറച്ച് ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടികളുടെ ആവശ്യമുള്ളൂ. അതൊന്ന് നമുക്ക് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകം, ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം, അതായത് വലിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, പക്ഷേ വേവാതിരിക്കാനും പാടില്ല. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് അല്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തയ്യാറാക്കി വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കറി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. പത്തിലിൻ്റെ കൂടിയും ദോശൻ്റെ കൂടിയും ഒക്കെ നമുക്ക് നല്ലൊരു കോംബോ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കറിയാണിത്. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരും. റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.